പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 59-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: അറിവിനെ വിട്ടത് ഞാനുമില്ല, എന്നെ പിരിയുകയില്ലറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്ന് രണ്ടുമോർത്താൽ ഒരു പൊരുളാം ഇതിൽ ഇല്ല വാദമേതും. അറിവിനെ വിട്ടത് ഞാനും ഇല്ല, എന്നെ പിരിയുകയില്ലറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്ന് രണ്ടും ഓർത്താൽ ഒരു പൊരുളാം ഇതിൽ ഇല്ല വാദമേതും. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. അറിവിനെ വിട്ട്, അറിവിൽ നിന്നും അന്യമായി അത്. പിന്നെ ഞാനും ഇല്ല, ഞാൻ എന്ന ബോധത്തിന് അസ്ഥിതയില്ല. എന്നെ പിരിയുകിൽ, എന്നിൽ നിന്നും അന്യമായി അറിവും ഇല്ല, ഒരറിവും ഉണ്ടാകുന്നില്ല. പ്രകാശമാത്രം, ഞാനും അറിവും ഒരേ ഒരു പ്രകാശം മാത്രം. അറിവ്, അറിവെന്നും അറിയുന്നവനെന്നും ഉള്ള രണ്ടും ഓർത്താൽ, രണ്ടും അന്വേഷിച്ചു നോക്കിയാൽ ഒരു പൊരുളാം, ഒരേ ഒരു പൊരുളാണ്. ഇതിൽ ഇല്ല വാദമേതും, ഇത് തർക്കമില്ലാത്ത സംഗതിയാണ്. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. അറിവിൽ നിന്നും അന്യമായി, പിന്നെ ഞാനെന്ന ബോധത്തിനും അസ്ഥിതയില്ല. എന്നിൽ നിന്നും അന്യമായി ഒരറിവും ഉണ്ടാകുന്നില്ല. ഞാനും അറിവും ഒരേ ഒരു പ്രകാശം മാത്രം. അറിവെന്നും അറിയുന്നവനെന്നും ഉള്ള രണ്ടും അന്വേഷിച്ചു നോക്കിയാൽ ഒരേ ഒരു പൊരുളാണ്. ഇത് തർക്കമില്ലാത്ത സംഗതിയാണ്. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. ഇവിടെ വ്യാവഹാര ഭാഷയിൽ ഞാൻ അറിയുന്നു, എൻ്റെ അറിവ് എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ വലിയൊരു തെറ്റിനെ പിൻഗമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എന്നത് അറിവാണ്. ഞാനും അറിവും തമ്മിൽ ഒരു ഭേദവും ഇല്ല. ഞാൻ അറിയുന്നു എന്ന പ്രക്രിയയിൽ അറിവ് നമ്മിൽ നിന്നും അകന്നിരിക്കുന്ന ഒന്നുപോലെയാണ് നമുക്ക് തോന്നുക. നമ്മൾ ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ അറിവുകൾ ശേഖരിക്കാനായി പുസ്തകങ്ങൾ വായിച്ചു പഠിക്കുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലേ? പുസ്തകത്തിലാണ് അറിവിരിക്കുന്നതെന്ന രൂഢമൂലമായ തോന്നലുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം പോലും പുസ്തക കേന്ദ്രീകൃതമായിരിക്കുന്നത്. അതുമാത്രമല്ല, എൻ്റെ അറിവ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്, എൻ്റെ കാർ എന്ന വിവക്ഷയിൽ വരുന്നത് പോലെ അറിവും ഞാൻ സ്വായത്തമാക്കിയ എൻ്റെ ഒരു കൈവശ വസ്തു മാത്രമാണ്. ഇത് എൻ്റെ അറിവാണ്, ഞാൻ അറിവുള്ളവനാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ അറിവുള്ളവൻ സമൂഹത്തിൽ അംഗീകൃതനാവുകയാണല്ലേ? അവൻ അറിവാകുന്ന സമ്പത്തുകൊണ്ട് അധികാരത്തെ കൈയാളുന്നു. അറിവിനെ ദുരുപയോഗം ചെയ്യാൻ ഇങ്ങനെയുള്ള തെറ്റായ ബോധം സഹായകമാകും. വാസ്തവത്തിൽ ഞാനും അറിവും ഒരേ ഒരു പ്രകാശം മാത്രമാണ്. ഇത് പക്ഷേ ആരും മനസ്സിലാക്കുന്നില്ല. ഒരു പൊരുൾ തന്നെയാണ്. ഇക്കാര്യം അനുഭവമായിട്ട് വരണം. നമുക്ക് ഓരോരുത്തർക്കും ഇക്കാര്യം അനുഭവമായിട്ട് വരണം. നാം ഒരു പൊരുൾ തന്നെയാണ്, ഞാനും അറിവും ഒന്ന് തന്നെയാണ്. അപ്പോഴാണ് മൂല്യവത്തായി ജീവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. തൃപ്പാദങ്ങളുടെ അനുഭവത്തിൽ നിന്നുമാണ് ഇക്കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ ലവലേശം സംശയമേ വേണ്ട. അതുകൊണ്ട് വാദങ്ങളൊന്നുമില്ലാതെ ഞാനും അറിവും ഒന്നേ ഉള്ളൂ എന്ന ദൃഢമായ അനുഭവം നാം നേടിയിരിക്കണം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 59-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മളിവിടെ നടത്തിയത്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.